ശബരിമല നട ഇന്നാണ് തുറക്കുന്നത്. മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നട 5 മണിക്ക് നട തുറക്കും. ശബരിമല നട തുറക്കുന്ന ദിവസം എന്ന പ്രത്യേകതയാണ് ഈ ദിവസത്തിനുള്ളത്. നമുക്ക് ശബരിമലയിലേക്ക് കൂടി ശബരിമലയിലെ വിശേഷങ്ങൾ കൂടി അറിയണം. സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. അപ്പോൾ കൽപ്പാത്തി നേരെ സന്നിധാനത്തേക്ക്. അതെ, കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ഞങ്ങളിവിടെ വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ മണ്ണിൽ ആണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ശബരീശ സന്നിധിയിലേക്ക് വരുമ്പോൾ ഇന്ന് നട തുറക്കുകയാണ്. ഒരു മഹാതീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. കണ്ണൻ, ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? അതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അഭിലാഷ്, അക്ഷയ, ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. കൽപ്പാത്തിയിൽ ദേവരഗത സംഗമം നടക്കുന്ന അതേ സമയത്ത് ശബരിമലയിൽ ശബരീശ സന്നിധിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട്, എല്ലാവിധ ഭക്തർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ശബരിമല സന്നിധാനം കാത്തിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് പഴയതിന് സമാനമായിട്ടല്ല, ഒരുക്കങ്ങൾ എല്ലാവരും ഏതാണ്ട് ഒരു 95% ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. അതൊരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണോ? സ്വാമിയെ ശരണമയ്യപ്പ, എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ തുടങ്ങിയതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇവിടെ നമുക്ക്. പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നട തുറക്കുന്നത്. ബഹുമാനായ തന്ത്രി കണ്ഠര് മഹേഷ് രാജീവരുടെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിൽ ഇന്ന് പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. രാത്രി 10:30 ഹരിവരാസനം കഴിഞ്ഞതിന് ശേഷം പഴയ മേൽശാന്തി പടിയിറങ്ങി ഇല്ലത്തേക്ക് പോകും. വൃശ്ചികം 1 രാവിലെ കൃത്യം 3 മണിക്ക് തന്നെ നട തുറക്കും. 1 മണിവരെ ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിക്ക് നട അടയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നട തുറക്കും. 11 മണിക്ക് നട അടയ്ക്കും. അതായത് 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദർശന പുണ്യം ഉണ്ടാവും. അതെ. കഴിഞ്ഞ പ്രാവശ്യം തുടക്കത്തിൽ നമുക്ക് 16 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ബഹുമാനായ തന്ത്രിയോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു സഹകരണത്തോടു കൂടി ഞങ്ങൾ 18 മണിക്കൂർ തുടക്കം മുതൽ ദർശന സൗകര്യം ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തുന്ന പരമാവധി ഭക്തർക്ക് പരമാവധി ദർശനം സാധ്യമാക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അത് ഭഗവാന്റെ സഹായത്തോടുകൂടി നടക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭക്തന്മാരൊക്കെ ചോദിക്കുന്നത് ഈ സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ വെർച്വൽ ക്യൂ എങ്ങനെയാണ്? അവർക്ക് ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിച്ചു കഴിഞ്ഞോ? തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞതല്ലേ, ഏപ്രിൽ മുതൽ പറഞ്ഞു വെർച്വൽ ക്യൂ ഇപ്രാവശ്യം നമ്മൾ കമ്പൽസറി ആക്കാൻ പോവുകയാണ്. കാരണം ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ നിന്ന് കിട്ടുന്ന വരുമാനമല്ല നമ്മുടെ പ്രശ്നം, സുരക്ഷയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഭക്തരുടെ സുരക്ഷയെ കരുതിയാണ് നമ്മളത് പറഞ്ഞത്. പക്ഷെ നിങ്ങളെല്ലാം നൽകിയ ഒരു വാർത്തയും അതിൻ്റെ മാധ്യമങ്ങളിൽ വന്ന വാർത്താ പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന 10 ദിവസം നിറഞ്ഞിരിക്കുകയാണ് വെർച്വൽ ക്യൂ. പക്ഷേ തത്സമയ ബുക്കിംഗ് ഇവിടെ ഉണ്ട്. ആധാറിൻ്റെ കോപ്പിയുമായി വന്ന് ആധാർ വാലിഡേഷനോടുകൂടി നമ്മൾ ഇപ്പോഴും തത്സമയ ബുക്കിംഗ് കൊണ്ട് ഫോട്ടോ എടുത്ത് ഒക്കെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഭക്തർ കേൾക്കാൻ പറയുന്നത് ഇനി സ്പോട്ട് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ വന്നാൽ ദർശനത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. തത്സമയ ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു ആധാറിൻ്റെ കോപ്പി കൂടി കൊണ്ടുവരണം. ആധാർ നമ്പർ വാലിഡേറ്റ് ചെയ്ത് ഫോട്ടോ ഞങ്ങൾ തന്നെ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വെർച്വൽ ക്യൂവിൻ്റെ അതേ ക്രമീകരണങ്ങൾ തന്നെയാണ്, ആധികാരികമായൊരു വിവരം തന്നെയാണ് ഈ തത്സമയ ഓൺലൈൻ ബുക്കിങ്ങിലും വരുന്നത്. അതുകൊണ്ട് ഒരു സംശയവും ആശങ്കയും വേണ്ട. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും. ഈ പോലീസിന്റെ വിന്യാസം എങ്ങനെയാണ്? പോലീസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി പിന്നെ ക്രമീകരണങ്ങൾ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നല്ല കരുതലോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രി 2 അവലോകന യോഗത്തിലും കൃത്യമായ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ തന്നെ വയ്ക്കണം. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരൊരു നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാരുടെ സമയക്രമം 20 മിനിറ്റ് ആയിരുന്നത് 15 മിനിറ്റ് ആക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ പോലീസിനെ വിന്യസിക്കുവാനും പരിചയസമ്പന്നരായ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ വളരെ സവിസ്തരം കണ്ണനോട് സംസാരിക്കുന്നുണ്ട്.